So, good morning students. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കണക്റ്റഡ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസും അതിന്റെ പ്രൂഫ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫാണ് തിയറമാണ് ഇന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തിയറം പറയുന്നത് ഇതാണ്: ദ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് ഒമേഗ കോമ്പോണൻസ് കനോട്ട് എക്സീഡ് n മൈനസ് ഒമേഗ ഇൻറ്റു n മൈനസ് ഒമേഗ പ്ലസ് 1/2. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട് വിത്ത് ഒമേഗ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണക്റ്റഡ് അല്ലാത്ത ഒരു ഗ്രാഫാണ്. അപ്പൊ അതിനെന്തുണ്ടാവും? കോമ്പോണൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ? കണക്റ്റഡ് ആയിട്ടുള്ള സബ് ഗ്രാഫുകൾ കുറെ എണ്ണം ഉണ്ടാവും. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ഒമേഗ കോമ്പോണൻസ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം, ഒരു സിമ്പിൾ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ n എന്താണ്? സ്മോൾ n എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്. അങ്ങനെയുള്ള ഒരു ഒമേഗ കോമ്പോണൻസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് മാക്സിമം എന്തേ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ കനോട്ട് എക്സീഡ് n മൈനസ് ഒമേഗ ഇൻറ്റു n മൈനസ് ഒമേഗ പ്ലസ് 1/2 ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം? അപ്പൊ എന്താണ് തന്നിട്ടുള്ളത് അല്ലെ? ഈ ഒരു ഗ്രാഫിന് ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫിന് ഒമേഗ കോമ്പോണൻസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഒമേഗ കോമ്പോണൻസ് ആയിട്ട് G1, G2, ക്യാപിറ്റൽ G1, ക്യാപിറ്റൽ G2 എക്സെട്ര ക്യാപിറ്റൽ G ഒമേഗ എന്ന് പറയുന്നത് ഈ ഒരു G എന്ന് പറയുന്ന ഗ്രാഫിന്റെ കോമ്പോണൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് n കോമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കോമ്പോണൻസ് വരുന്നത്? G1, G2 എക്സെട്ര G ഒമേഗ എന്നുള്ളത് ഒരു സിമ്പിൾ ഗ്രാഫിന്റെ ഒമേഗ കോമ്പോണൻസ് ആണ്. അപ്പൊ ഈ ഒമേഗ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയാണ്? n ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ജിയുടെ ഒമേഗ കോമ്പോണൻസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഓരോ Gi-ക്കും, അതായത് G1-ന് ഒരു ni വെർട്ടിസസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ G1-ന് n1 വെർട്ടിസസ് ഉണ്ടാവും, G2-ന് n2 വെർട്ടിസസ് ഉണ്ടാവും, G3-ക്ക് n3 വെർട്ടിസസ് ഉണ്ടാവും, എക്സെട്ര G ഒമേഗക്ക് n ഒമേഗ വെർട്ടിസസ് ഉണ്ടാവും. ഈ വെർട്ടിസസ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര n ഒമേഗ എന്ന് പറയുന്ന സാധനം കൂട്ടിക്കഴിഞ്ഞാൽ total number of vertices of G, that is n കിട്ടും. That is small n equal to n1 plus n2 plus etc n omega ആണ്. എന്ന് പറഞ്ഞാൽ ഈ ni എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ദ കോമ്പോണന്റ് Gi ആണ്. Gi എന്ന് പറയുന്നതിന്റെ നമ്പർ ഓഫ് കോമ്പോണൻസ്. ഒമേഗ ഈ i ഏത് മുതൽ ഏതുവരെ വേരി ചെയ്യും? 1 to ഒമേഗ വരെ വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ m of Gi എന്തായിരുന്നു? നൊട്ടേഷൻ പണ്ട് പഠിച്ചതാണ്. എം ഓഫ് ജി ഐ റിലേറ്റ് ചെയ്തുള്ള ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എ ഗ്രാഫ് ജി ഐ അല്ലെ, സിമ്പിൾ ഗ്രാഫ് എം ഓഫ് ജി ഐ. അതാണ് നമ്മൾ ഈ ഇതുകൊണ്ട് എം ഓഫ് ജി ഐ കൊണ്ട് നൊട്ടേഷൻ. നമ്പർ ഓഫ് വെർട്ടിസസ് അല്ല, നമ്പർ ഓഫ് എഡ്ജസ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ni ഇൻറ്റു n മൈനസ് 1/2 ആണ് എന്നുള്ള റിസൾട്ട് ഓൾറെഡി ഫസ്റ്റ് 1-2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. m of gi less than or equal to ni into n minus 1/2 ആണ് ഏതൊരു ഗ്രാഫ് ജിക്ക് എടുത്തു കഴിഞ്ഞാലും. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ജി എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ ഓരോ കോമ്പോണൻസും കൺസിഡർ ചെയ്യാം. ഓരോ കോമ്പോണൻസിന്റെയും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്താവും? ni into ni minus 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ഗ്രാഫിന്റെ ജി എന്ന് പറയുന്ന ടോട്ടൽ ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്താവും? m of g. ഇത് m of gi ആണല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ni into ni minus 1/2. അങ്ങനെയാണെങ്കിൽ m ഓഫ് ജി എന്ന് പറയുന്ന വാല്യൂ എന്താവും അല്ലെ? ഇതിന്റെ സം ആയിട്ട് വരും. കാരണം എന്താ? ഓരോ കോമ്പോണന്റിലും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? ni into ni minus 1/2 ആണ്. അപ്പോൾ എത്ര കോമ്പോണന്റ് ഉണ്ട്? ഒമേഗ കോമ്പോണൻസ് ഉണ്ട്. ഈ ഓരോ ഒമേഗ കോമ്പോണൻസും G1-ന്റെ m ഓഫ് G1 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n1 into n1 minus 1/2 ആണ്. m ഓഫ് G2 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n2 into n2 minus 1/2 ആണ്, എക്സെട്ര m ഓഫ് ജി ഒമേഗ എന്ത് വരാം? n ഒമേഗ ഇൻറ്റു n ഒമേഗ മൈനസ് 1/2 ആണ്. അത് ആ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഒമേഗ കോമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഓരോ കോമ്പോണൻസിന്റെയും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? ഇതിനെക്കാട്ടിലും ചെറുതാകുന്നത് കൊണ്ട് ജി എന്ന് പറയുന്ന സിമ്പിൾ ഗ്രാഫിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസും എന്തിനെക്കാട്ടിലും ചെറുതാവും? ഇതിന്റെ സമ്മുകൾ അല്ലെ? എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to ഒമേഗ ni into ni minus 1/2-നെക്കാട്ടിലും ചെറുതാവും. അപ്പൊ അത് നമുക്ക് എന്താ പറയാൻ പറ്റും? m of gi less than or equal to ni into ni minus 1/2 implies m of g, that is
total number of edges in the graph G is less than or equal to ni into ni minus 1 summation ni into ni minus 1 by 2 എന്ന് പറയാൻ പറ്റും. ഇനി ni എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓരോ കോമ്പോണൻസിന്റെയും അല്ലെ ith കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവുമല്ലോ ഒരു കോമ്പോണന്റിൽ അല്ലെ. ഒരു വെർട്ടെക്സ് എങ്കിലും ഇല്ലാത്ത ഒരു കോമ്പോണന്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഏത് ജി ഐ എടുത്തു കഴിഞ്ഞാലും അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസുകൾ എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, എക്സെട്ര n ഒമേഗയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മേഷൻ i ഈക്വൽ ടു 1 ടു ഒമേഗ ni എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗയാണ്. കാരണം എന്താ? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ഒമേഗ ടൈംസ് 1 ആഡ് ചെയ്യാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ ni ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എന്ന് വരും. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇനി ni എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെ, n നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര n ഒമേഗയാണ്. ഇതിൽ നിന്ന് ni എന്ന് പറയുന്ന ith കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് n ആണ്. ഫസ്റ്റ് കോമ്പോണന്റ് n1 ആണ്, സെക്കൻഡ് കോമ്പോണന്റ് n2 ആണ്, എക്സെട്ര ഒമേഗ കോമ്പോണന്റ് n ഒമേഗയാണ് നമ്പർ ഓഫ് വെർട്ടിസസ്. അങ്ങനെയാണെങ്കിൽ ni എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ni ഈക്വൽ ടു n മൈനസ് ഓഫ് n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര ni മൈനസ് 1 പ്ലസ് ni പ്ലസ് 1 പ്ലസ് എക്സെട്ര n ഒമേഗ എന്ന് എഴുതാൻ പറ്റും. കാരണം ഇതിലിപ്പോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. n2 നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n2 ഈക്വൽ ടു n മൈനസ് n1 പ്ലസ് n3 പ്ലസ് എക്സെട്ര പ്ലസ് n ഒമേഗ എന്ന് എഴുതാൻ പറ്റും. n3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n3 ഈക്വൽ ടു n മൈനസ് ഓഫ് n1 പ്ലസ് n2 പ്ലസ് n4 പ്ലസ് എക്സെട്ര n ഒമേഗ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ni എന്ന് പറയുന്ന നമ്പർ ഓഫ് വെർട്ടിസസ് ith കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ്, അതായത് gi എന്ന് പറയുന്ന കോമ്പോണന്റിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് n മൈനസ് ഓഫ് n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര ni മൈനസ് 1 പ്ലസ് ni പ്ലസ് 1 പ്ലസ് എക്സെട്ര n ഒമേഗ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ n മൈനസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ടേമുകൾ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര ni മൈനസ് 1 പ്ലസ് ni പ്ലസ് 1 പ്ലസ് എക്സെട്ര n ഒമേഗ. അതിൽ നിന്ന് എന്തേ കുറവുള്ളൂ അല്ലെ? ടോട്ടൽ ni എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗയാണ്. അപ്പൊ ഇതിൽ ഒരു ni ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും അല്ലെ? ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഒന്ന് കുറയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ni അല്ലെ, ni ഈക്വൽ ടു ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ so we have നമ്മുടെ കയ്യിൽ എന്താണ്? ni ഈക്വൽ ടു n മൈനസ് n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് ni മൈനസ് 1 പ്ലസ് ni പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n ഒമേഗ എന്നാണുള്ളത്. അപ്പൊ ഇതില് നമുക്ക് എന്തറിയാം? സമ്മേഷൻ ni ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗയാണ്. അപ്പൊ അതിലെ ഒരു ടേം മാത്രമേ ഇവിടെ മിസ്സിംഗ് ഉള്ളൂ അല്ലെ, ni എന്നുള്ള ടേം. ഈ ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് സമ്മേഷൻ ni എന്നുള്ളതിന് ഒരു ടേം മാത്രമേ മിസ്സിംഗ് ഉള്ളൂ, ni മൈനസ് 1. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവും? ഒമേഗ മൈനസ് 1 ആവും. അപ്പോ ഈ ഒരു ക്വാണ്ടിറ്റിനെ ഒമേഗ മൈനസ് 1 എന്ന് പറയുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിനെ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താവും? ni ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. കാരണം എന്താ? ഇതിനെക്കാട്ടിലും വലിയൊരു ക്വാണ്ടിറ്റിനെ കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതെന്തായാലും ചെറുതാവും അല്ലെ. റൈറ്റ് സൈഡിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിനെക്കാട്ടിലും ഇത് ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. അതിലെ റൈറ്റ് സൈഡിനെ നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താവും? ചെറുതായി പോകും. സോ ni ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഒമേഗ മൈനസ് 1 ആവും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ i ഈക്വൽ ടു 1 ടു ഒമേഗ ni ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഒമേഗ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും, i ഫ്രം 1 ടു ഒമേഗ. അപ്പൊ ഇതിൽ നിന്ന് ഇതൊരു റിസൾട്ട് ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്താ അറിയാം? സോ ഇപ്പൊ നമുക്ക് എന്താ i ഈക്വൽ ടു 1 ടു n അല്ലെ. നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? m ഓഫ് gi ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ ni ഇൻറ്റു ni മൈനസ് 1 ബൈ 2 അറിയാം. സോറി, ഇത് n അല്ല, ഒമേഗയാണ്. സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ ni ഇൻറ്റു ni മൈനസ് 1 ബൈ 2. അപ്പൊ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്ന് അറിയാം? സമ്മേഷൻ അല്ലെ. ഈ ni നെ നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? ഈ ക്വാണ്ടിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാം, n മൈനസ് ഒമേഗ പ്ലസ് 1 കൊണ്ട്. സോ സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ
n മൈനസ് ഒമേഗ പ്ലസ് 1 ഇൻറ്റു ni മൈനസ് 1/2 ആയി മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ. അപ്പൊ അതിൽ n മൈനസ് ഒമേഗ പ്ലസ് 1/2 എന്നുള്ളത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. i ഫ്രം 1 ടു ഒമേഗ ആണ്. i ഫ്രം 1 ടു ഒമേഗ ni മൈനസ് 1 ആയിട്ട് മാറും. അതെന്താവും? ഈ സമ്മേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ n മൈനസ് ഒമേഗ പ്ലസ് 1/2 ഔട്ട് സൈഡ് ഉണ്ടാവും. സമ്മേഷൻ i ഫ്രം 1 ടു n ni മൈനസ് സമ്മേഷൻ i ഫ്രം 1 ടു n 1. സമ്മേഷൻ i ഫ്രം 1 ടു n ഒമേഗ എന്താണ്? സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ ni അതെന്തായിരുന്നു? n ആണ് അല്ലെ. കാരണം എന്താണ്? ഒമേഗ കോമ്പണൻസ് ഉണ്ട്. അതിന്റെ എല്ലാ നമ്പർ ഓഫ് വെർട്ടീസസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജിയുടെ നമ്പർ ഓഫ് വെർട്ടീസസ് കിട്ടും. സോ i ഫ്രം 1 ടു ഒമേഗ, ഇത് ഒമേഗയാണ് കേട്ടോ. സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ ni ഈക്വൽ ടു ഒമേഗയാണ്, n ആണ്, മൈനസ് സമ്മേഷൻ i ഫ്രം 1 ടു ഒമേഗ 1 ഈക്വൽ ടു എന്താണ്? ഒമേഗയും കിട്ടും. സോ ഈ ഒരു സമ്മേഷൻ i ഫ്രം 1 ടു ni മൈനസ് 1 എന്നുള്ളത് എന്തായിട്ട് മാറും? n മൈനസ് ഒമേഗ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n മൈനസ് ഒമേഗ പ്ലസ് 1 ഇൻറ്റു n മൈനസ് ഒമേഗ ബൈ 2 എന്ന് കിട്ടും. സോ m ഓഫ് g, അതായത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് in a graph m of g less than or equal to അല്ലെ സമ്മേഷൻ i from 1 to n ni into ni minus 1/2 that is less than or equal to n minus omega plus 1 into n minus omega by 2 എന്ന് കിട്ടും. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. നമ്പർ ഓഫ് എഡ്ജസ് of a simple graph with omega components cannot exceed n minus omega into n minus omega plus 1/2. അപ്പൊ ഈ ഒരു പ്രൂഫ് നിങ്ങൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന ക്ലാസിന്റെ കൂടെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ലൈൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് കേട്ടിട്ട് എഴുതി നോക്കുക. എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഇതിലെ വളരെ മിനിമം ആവശ്യം വരുന്ന ഇത് മാത്രമേ PPT ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് നോട്ടായിട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം.